ശ്വാസഗതിയിൽ ശ്രദ്ധയുള്ളവരാകാം. നമ്മുടെ ഒരു അനുവാദവുമില്ലാതെ 24/7 ശ്വാസം അകത്തും പുറത്തും വന്നും പോയിരിക്കുവാണ്. ബ്രെത്ത് ഈസ് അവർ ലൈഫ്. ശ്വാസമാണ് നമ്മുടെ ജീവൻ. ഈ ശ്വാസഗതിയിൽ ആദരവുണ്ടാവുന്നത് തന്നെ ഒരു ധ്യാനമാണ്. ജോയ്ഫുൾ ഒബ്സർവേഷൻ ഓൺ അവർ ബ്രെത്ത്. സന്തോഷത്തോടെ ശ്രദ്ധ വെക്കൂ ശ്വാസത്തിൽ. Breathe in with a smile and slowly breathe out. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ നട്ടലിൻ്റെ അടിയിൽ ശ്രദ്ധ. ബ്രീത്ത് ഇൻ. ശ്വാസം പുറത്തു വിടുമ്പോൾ തലയുടെ മേലെ ഭാഗത്ത് ശ്രദ്ധ. വീണ്ടും ദീർഘശ്വാസം. നട്ടലിൻ്റെ അടിയിൽ ശ്രദ്ധ വെച്ച് ശ്വാസം പുറത്തു വിടാം. തലയുടെ മേലെ ഭാഗത്ത് ശ്രദ്ധ. ഇറ്റ്സ് ലൈക്ക് എ സൈക്കിൾ. 10 deep, long, joyful breaths. ഒരു എഫേർട്ടും ഇല്ലാതെ ശ്രദ്ധയോട്, പുഞ്ചിരിയോട്. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ ശരീരത്തിൽ ഊർജം നിറയുന്നതും ശ്വാസം പുറത്തു വിടുമ്പോൾ മനസ്സ് വിശ്രമിക്കുന്നതും തിരിച്ചറിയാം. പ്രസന്നവും ശാന്തവുമാവുന്ന മനസ്സ്. ആ മനസ്സിൽ വളരെ ചെറിയ ഒരു കടുകുമണിയോളം വലിപ്പമുള്ള ഒരു മണൽത്തരിയോ ഒരു ഉറുമ്പിനെയൊക്കെ ഒന്ന് കാണും. സൂക്ഷ്മതരം. And now think about a vast infinite sky. അനന്തമായ നീലാകാശത്തെ മനസ്സിൽ കാണും. Our consciousness is smaller than the smallest and bigger than the biggest. ചെറുതിനേക്കാൾ ചെറുതുമാണ് നമ്മുടെ ബോധം. And it's like the vast consciousness. വലുതിനേക്കാൾ വലുതുമാണ്. Keep on expanding. ശ്വാസം എടുക്കാം. അതൊക്കെ പുറത്തേക്ക് വിടണം. ചിന്തകളും വേവലാതികളൊക്കെ ഒഴിഞ്ഞു പോകുന്ന മനസ്ഥിതിയും പ്രസന്നവും ശാന്തവുമാവുന്ന മനസ്സും ശ്വാസവും ഒക്കെ ശ്രദ്ധിക്കും. ശ്വാസം വളരെ താളാത്മകം, മനസ്സ് വളരെ പ്രസന്നം. ഇതാണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപം. ഓൾ ദ ടോക്സ്, അഭ്യാസ, സാധന, പ്രാർത്ഥന, ഭജൻ, കീർത്തൻ, everything is there for us to experience the space. Shanti Rupascha, Paramananda Rupascha. Keep a big smile. വീണ്ടും വലിയ പുഞ്ചിരി. കൃത്രിമമാണെങ്കിലും കുഴപ്പമില്ല. അല്പനേരം കണ്ണടച്ച് പലപ്പോഴും പലരെയും നോക്കും, പലരെയും നോക്കി ചിരിക്കും. Just smile at yourself. സ്വാമി വിവേകാനന്ദ says our ആത്മ ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെയാണ് നമ്മുടെ പരിലാളന കിട്ടാൻ കാത്തിരിക്കുന്നത്. ബട്ട് നമ്മൾ ഒരിക്കലും അതിനെ ശ്രദ്ധിച്ചിട്ടില്ല. Just simply smile at yourself and be with yourself. That's what meditation.
ശാന്തി ശാന്തി ശാന്തി. ഈ മഹാജ്ഞാനം നമ്മുടെ അനുഭവമാകാനും ആ അനുഭവത്തിൻ്റെ വെളിച്ചം നമുക്ക് ചുറ്റിലും പങ്കുവെക്കാനും സാധിക്കട്ടെ എന്നുള്ള വലിയൊരു പ്രാർത്ഥനയോടെ കണ്ണിൽ അടച്ചിട്ടില്ലേ, തുറക്കാം. ജയ് ഗുരുദേവ്, നമസ്തേ. കുറച്ചുകൂടി പുറകിലുള്ളവർ മുന്നിലോട്ട് വന്നൊരു ക്രൗഡായി ഇരുന്നാലേ ഇത് എളുപ്പത്തിൽ എക്സ്പീരിയൻസ്ഡ് ആവും. അത്ര നേരേ ഉള്ളൂ. നമ്മളൊന്ന് കണ്ണടച്ചിട്ട് ആ കൊള്ളാം ഒന്ന് ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കാന്ന് പറയുമ്പോഴേക്ക് തീരും കേൾക്കാം. സോ വി നീഡ് സർട്ടൻ ടൈപ്പ് ഓഫ് പീസ്. 3 തരം ശാന്തി. ഇറ്റ്സ് കോൾഡ് ഭൂതാകാശ, ചിത്താകാശ ആൻഡ് ചിതാകാശ. നമ്മൾ ഇരിക്കുന്ന ഒരു സ്ഥലത്ത്, അതാണ് ഈ ക്ഷേത്ര സന്നിധിയിലൊക്കെയുള്ള സത്സംഗം ഒരിക്കലും മിസ് ചെയ്യരുത്. ചുറ്റുമുള്ള സ്ഥലത്ത് പൂജ, മന്ത്രധ്വനികൾ, ഇതിലൂടെയൊക്കെ ഒരു ശാന്തിയുടെ തരംഗങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇരിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സൊന്ന് അകാരണമായിട്ട് അടങ്ങുക. ചിത്താകാശ. മനസ്സടങ്ങുമ്പോഴേ അതിനും അപ്പുറമായിട്ടുള്ളൊരു തലത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുള്ളൂ. അതാണ് ലവ്, ജോയ്. നമ്മൾ അതിനെ അന്വേഷിക്കുന്നത് രാവിലെ മുതൽ എഴുന്നേറ്റിട്ട്. പക്ഷേ എന്തുകൊണ്ടാണ് കിട്ടാത്തത്? വീട്ടിലും കൂട്ടുകെട്ടിലൊന്നും അവിടെ ഒന്നും ഭൂതാകാശവും ചിത്താകാശവും ശരിയല്ല. പിന്നെ എങ്ങനെ ചിതാകാശത്തിലേക്ക് എത്തും? ചിതാകാശം മീൻസ് അവർ സെൽഫ്, അവർ സോൾ. ദാറ്റ് ഇസ് ലവ്, പീസ്, ജോയ്. മൈ ക്വസ്റ്റ്യൻ, 24 മണിക്കൂറിൽ അതിലേക്ക് എത്താൻ നമ്മൾ എത്ര ശ്രദ്ധ കൊടുക്കുന്നു? ഇനി അഥവാ അങ്ങനെ ഒരു സന്നിധിയിലേക്ക് നമ്മളെ വിളിച്ചാൽ നമ്മൾ വരാൻ എന്തൊരു ഡിമാൻഡാണല്ലോ. നിനക്ക് വേണമെങ്കിൽ വരാം, പുറത്ത് നിൽക്കാൻ, നീ പോ, ദിസ് ദാറ്റ്. സത്സംഗിൽ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് സംതിങ് വെരി സ്പെഷ്യൽ ആൻഡ് സുപ്രീം. സത്സംഗിൻ്റെ മഹിമ ഭയങ്കരമാണ്. അതിനൊക്കെയാണ് ഈ ഓം ശാന്തി ശാന്തി ശാന്തി. എന്തുകൊണ്ട് അതിന് 4 ശാന്തിയായില്ല, 2 ശാന്തിയിൽ നിർത്തിയില്ല? എന്തുകൊണ്ടാണ് 3? അതാണ് ഔട്ടർ ആൻഡ് ഇന്നർ. നമ്മുടെ ആത്മാവിൻ്റെ ആ ക്ഷേത്രത്തിലും ആ ഒരു എന്തുണ്ടാവണം? ആ ഒരു കൂളിംഗ്നെസ്, ആ ഒരു പീസ് ഉണ്ടാവണം. സോ പീസ് സുപ്രീം. അശാന്തസ്യ കുത സുഖം. ദാറ്റ്സ് വാട്ട് കൃഷ്ണ. എല്ലാ സുഖ സൗകര്യങ്ങളുടെയും ശാന്തി ഇല്ലെങ്കിലും പ്രൈം പ്രയോറിറ്റി ഫോർ അവർ പീസ് ഓഫ് മൈൻഡ്. ശാന്തി ഇല്ലാണ്ടാക്കുന്ന ഒന്നിനും നിങ്ങൾ മുതിരരുത് കേട്ടോ. യെസ്, നോ? നമ്മൾ നേരെ തിരിച്ചാണ്. കുറേ ആളുടെ ശാന്തി ഇല്ലാണ്ടാക്കിയിട്ടാണ് വന്നിരിക്കുന്നത് സാറേ. നോ നോ നോ. കുറച്ചുകൂടി പ്രാക്ടിക്കലി നിങ്ങൾ കേൾക്കുക ഗീത. ഭീഷ്മരാണ് വിഷ്ണു സഹസ്രനാമം രചിച്ചത്. അറിയില്ലേ നിങ്ങൾക്ക്? വിഷ്ണു സഹസ്രനാമം ഭീഷ്മരാണ്. ഭീഷ്മരെ കാണാൻ വേണ്ടി പാഞ്ചാലിയൊക്കെ പോകുന്നുണ്ട്. കൗരവരുടെ എന്താണ് അസ്ത്രത്തിൻ്റെ ശരത്തിൻ്റെ മേലെ കിടക്കുവാണ് ഭീഷ്മർ. അപ്പോൾ പാണ്ഡവരോടൊപ്പം പാഞ്ചാലി കൂടി പോവുകയാണ്. അപ്പോൾ പാഞ്ചാലി അവിടെ പോകുന്ന ആ ഒക്കേഷനിലാണ് അദ്ദേഹം ഈ വിഷ്ണു സഹസ്രനാമവും ഭയങ്കര കൃഷ്ണസ്തുതിയും ഒക്കെ ചൊല്ലുന്നതും കാര്യങ്ങളെല്ലാം. അപ്പോൾ പാഞ്ചാലി ചിരിക്കുമായിരുന്നു. അപ്പോൾ ധൃതരാഷ്ട്ര നമ്മുടെ യുധിഷ്ഠിരർ, കൊള്ളാലോ. യുധിഷ്ഠിരൊക്കെ ഇങ്ങനെ പറയണ്ടായി, ചിരിക്കല്ല, ഇത് വളരെ ശ്രേഷ്ഠ പിതാമഹനാണ് ഒക്കെ പറയുമ്പോൾ വീണ്ടും അവരൊരു പുച്ഛച്ചിരിയോടുകൂടി ചിരിച്ച് ചോദിക്കുമായിരുന്നു, കൗരവസഭയിൽ എൻ്റെ വസ്ത്രാക്ഷേപം നടക്കുമ്പോൾ എവിടെ പോയി നിങ്ങളുടെ പിതാമഹൻ? അന്നേരം ഇതൊന്നും കണ്ടില്ലല്ലോ. അപ്പം ഭീഷ്മർ പറഞ്ഞ രസമായിട്ടൊരു വാക്കുണ്ടായിരുന്നു. ഈ വാക്കിലൂടെ നമുക്ക് തുടങ്ങണം, ശരിക്കും മനസ്സിലാക്കണം സത്സംഗിൻ്റെ മഹിമ എന്താണെന്നുള്ളത്. മഹിമ അറിഞ്ഞാലേ നമുക്ക് കേൾക്കാൻ ഒരു താല്പര്യമൊക്കെ ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് മലയാളികൾ എന്തെങ്കിലും ഗുണമുണ്ടെങ്കിലേ ഉള്ളൂ അല്ലേ. ഞാനത് കഴിഞ്ഞ സത്സംഗിലൊക്കെ പറഞ്ഞു. സോ നമ്മളുടെ ഭീഷ്മർ പറയായിരുന്നു, അന്ന് ഞാൻ എൻ്റെ ഭക്ഷണം, എൻ്റെ ഉപജീവനം, വാട്ടെവർ, ഞാൻ ദുര്യോധനൻ്റെ അസോസിയേഷനിലായിരുന്നു. അപ്പോൾ അത് പ്രകാരം ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കും എൻ്റെ ബ്ലഡും മൈൻഡും ഒക്കെ എന്തായിപ്പോയി അവരുടെ. അവർ ഇപ്പോൾ അർജുനൻ്റെ അമ്പേറ്റിട്ട് എൻ്റെ മനസ്സിലാവുന്നുണ്ടോ? ആ ദുഷിച്ച രക്തവും വാസനകളൊക്കെ എല്ലാം പോയി ഇപ്പം എൻ്റെ പൂർവ്വ സ്മൃതിയിലേക്ക് വന്നിരിക്കുവാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളുടെ സംസ്കാരവും നമ്മളുടെ അസോസിയേഷനൊക്കെ എത്രമാത്രം ഇനിയും പ്യൂരിഫൈ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ സത്സംഗിൻ്റെ മഹിമ നമ്മളെ ഓരോ തവണയും അത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. നമ്മൾ പോലും പറയാതെ. അതാണ് ഇതിൻ്റെ ബ്യൂട്ടി. ഞാനൊന്ന് നന്നായിട്ട് വരട്ടെ എന്നുകൊണ്ടൊന്നല്ല അമ്പലത്തിൽ പോവുക. പക്ഷെ അമ്പലത്തിൽ പോയി വരുമ്പോൾ ഇതൊക്കെ കേട്ടിട്ട് പോകുമ്പോൾ നമുക്ക് നല്ലൊരു സുഖവും ശാന്തിയും ഒക്കെ ആയിരിക്കും. അന്നത്തെ ദിവസവും ഉറക്കവും കമ്പനിയെല്ലാം. സോ അവിടെ നിന്നായിരുന്നു യഥാർത്ഥത്തിലുള്ള ഒരു സ്മൃതി ഭീഷ്മർക്ക് വന്നപ്പോൾ. അതാണ് എല്ലാവർക്കും ഈ സ്മൃതി വരും, എല്ലാവരുടെ ഉള്ളിലുണ്ട്. ദാറ്റ്സ് വാട്ട് ഇറ്റ്സ് കോൾഡ് അമൃതസ്യ പുത്ര, ഉപനിഷത്ത് സേസ്. ആ സ്മൃതി ഇല്ലാതിരിക്കുമ്പോഴാണ് യഥാർത്ഥ സ്മൃതി വന്നപ്പോൾ. ഇവന്തോ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം, കുറച്ച് നാളിന് ശേഷം കൃഷ്ണൻ്റെ അടുത്ത് അദ്ദേഹം ചോദിക്കേണ്ടായി, അർജുനൻ, ഭഗവാൻ ഇപ്പം ഞാൻ ഫ്രീ ആണ്, ഇപ്പം തിരക്കൊന്നുമില്ല,
കൃഷ്ണൻ ചോദിച്ചു എന്താ ഇപ്പം എന്താ കാര്യം? ഇല്ല, അന്ന് അവിടെ ഉപദേശിച്ച മഹാജ്ഞാനമുണ്ടല്ലോ ഭഗവത്ഗീത, അതൊന്ന് പറഞ്ഞാൽ കൊള്ളാമെന്ന്. കൃഷ്ണൻ പറയാണ് ഇനിയിപ്പോൾ അത് ഞാൻ പോലും വിചാരിച്ച നടക്കില്ല. അതെന്റെ ഉള്ളിൽ അത് സംഭവിച്ചു. അതാണ് ഗീതം മീൻസ് സോങ്. ഭഗവാന്റെ കണ്ടത്തിൽ നിന്ന് വന്നവരാണ്, അതിനെ ആത്മഗീത എന്ന് കൂടി പറയും. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ അത് എന്നിൽ നിന്ന് വന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ രണ്ടാമത് പറയാൻ വേണ്ടി പറ്റില്ല. സോ വളരെ ഡിസപ്പോയിന്റഡ് ആയി അദ്ദേഹത്തിന്. ഈവൻ ദോ വിശ്വരൂപ മഹാദർശന യോഗം കാണിച്ചു കൊടുത്തിട്ട് പോലും അദ്ദേഹത്തിന് വിശ്വാസത്തിന്റെ കാര്യമല്ല, ആ അനുഭവജ്ഞാനം എന്ന് പറഞ്ഞാൽ കേൾക്കുന്നതാണ് അറിവ്, അനുഭവിക്കുന്നതാണ് വിസ്ഡം. കേൾക്കാൻ കേൾക്കില്ലേ, അത് അനുഭവത്തിന് വേണ്ടി കേൾക്കണം. ആ പറയുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും ഇത് നിങ്ങളൊക്കെ സ്ക്രാച്ച് ചെയ്തിട്ടോ ശരിയല്ല, എവിടെയെങ്കിലും ഇത് നിങ്ങളെ ഒന്ന് ഓറലേൽപ്പിച്ചിട്ട് പോകും. അപ്പോൾ അത് അങ്ങനെ ആവാൻ വേണ്ടി കേൾക്കണം. സോ അദ്ദേഹത്തിന് ഒരു അവസ്ഥയുണ്ടായി. സന്താന ഗോപാലത്തിലൊക്കെ ആ കഥ വരുന്നുണ്ട്, ഭയങ്കര രസമാണ് അത്. കൃഷ്ണൻ ദ്വാരക കടലെടുക്കും, അർജുനോട് പറയൂ എന്താണ് കുറച്ച് സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ട്, അവശേഷിച്ചേയും കൊണ്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് കേശവന്റെ അവസാന വാക്കല്ലേ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ അത് രക്ഷിച്ചിട്ട് പോകുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ഇതൊക്കെ ചവിട്ടിയിട്ടു കാട്ടിലുള്ള കൊള്ളക്കാരന്മാർ. ഇദ്ദേഹത്തിന്റെ വലിയ ഗാന്ധീപം എടുത്ത് കൊലക്കാൻ പോലും സമയം കൊടുത്തില്ല, സ്ത്രീകളെയും അവഹരിച്ചിട്ട് പോയി. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇദ്ദേഹത്തിനൊരു അവസ്ഥ. കുറച്ചൊരു വാർത്ത യുധിഷ്ഠിരനിലൂടെ കേൾക്കുകയുണ്ടായി, കൃഷ്ണൻ ദേഹം വിട്ടുവന്നു. ആകെ ഇദ്ദേഹം എന്തായി, ഹെൽപ്ലെസ് ആയി, ഹോപ്പ്ലെസ് ആയി, കുറെ കരഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത്രയും വിഷമവും കരച്ചിലും നമുക്കൊന്നും ഉണ്ടാവില്ല. കാര്യം അത്രയും ഭക്തോസിംഗ് സഖാ ചെയ്ത് ആ ആൾക്കാണ് ഇത്രയും വലിയ ഭഗവത്ഗീതയ്ക്ക് ഉപദേശിച്ചു കൊടുത്തത്. ആ ആളുടെ ചന്ദ്ര സഹചാരി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കൃഷ്ണൻ ദേഹം വിട്ടു എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ വഞ്ചിതനായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹരിനാം എന്താണ് എൻ്റെ ബന്ധുവായി എൻ്റെ സുഹൃത്തായി കൂടെ ഉണ്ടായിട്ടുള്ള ഹരി എന്നെ വഞ്ചിച്ചല്ലോ, മീൻസ് ഞാനത് അറിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു ധാരണയിൽ, വേറെ ഒന്നുമല്ല. സോ ഇദ്ദേഹം പൂർണ്ണമായി അവിടെ ശരണാഗതി. അതാണ് ഞാൻ ഈ തുടങ്ങുന്നതിനേക്കാൾ മുമ്പിൽ കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞിട്ട് വേണം ഇത് കേൾക്കാൻ വേണ്ടി. അല്ലെ നിങ്ങൾ ഇങ്ങനെ ഇരിക്കും, മറ്റേ ഒന്ന് കുറെ കണ്ടിട്ടുണ്ട്, 2 മറ്റേ ഇന്നസെന്റ് ലോട്ടറി നോക്കിയ പോലെ, ശരിയല്ലേ? ഇങ്ങനെ കണ്ടാൽ പറയും ഇത് ഇപ്പൊ എന്താ, ഞങ്ങൾ എത്ര പടം കണ്ടിട്ടുണ്ട്, എങ്ങനെ എത്ര രൂപം കണ്ടിട്ടുണ്ട്, ദുര്യോധനൻ എങ്ങനെയായിരുന്നു. ഞാൻ അതിലേക്ക് വരാം, ഭയങ്കര രസമാണ് ഇത്. അപ്പോൾ ആ ഭാവത്തിൽ കണ്ടു കഴിഞ്ഞാൽ വിശ്വരൂപം കാണുന്നു വേണ്ട, നിങ്ങൾ കൂടെയുള്ള ഒരാളുടെ ആ സത്ത നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഇദ്ദേഹം പറയായിരുന്നു, പൂർണ്ണമായി അവിടെ കരഞ്ഞ് തളർന്ന് വീണപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പണ്ട് കൃഷ്ണൻ പറഞ്ഞു കൊടുത്ത ഗീത ഉള്ളിലേക്ക് തിരിച്ചു വന്നു. അതാണ് ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരു സമയവും ഒരു കേൾവിയും ഇതിനു വേണ്ടി മുടക്കുന്ന ഒന്നും വെറുതെ ആവില്ല കേട്ടോ. വെദർ ഇറ്റ് ഇസ് മണി, ടൈം, എഫേർട്ട്, തത്സ്വയം യോഗ സംസ്കൃതം കാലേനാത്മന വിന്ദിത, ടൈം വിൽ ഗിവ് യു ദ ഫ്രൂട്ട്. ഓക്കെ, കുറച്ചൊരു വിശ്വാസത്തോടു കൂടിയൊക്കെ ഇരിക്കുക. ആകെ എൻ്റെ എല്ലാം കഴിഞ്ഞു പോയി സാറേ, ഇതിലൂടെ എന്ത് കേൾക്കാൻ നോ ആ ഫെയ്ത്തോടു കൂടി ഇരിക്കണം. Then he said, നഷ്ടോന്മോഹ സ്മൃതിർലാഭ ലബ്ധ്വാ. നഷ്ടം, എൻ്റെ എല്ലാ മോഹങ്ങളും ആവേശങ്ങളും കാര്യങ്ങളൊക്കെ പോയി സ്മൃതിർ ലബ്ധ്വ, ഞാൻ ആരാണ് എന്താണെന്നുള്ള യഥാർത്ഥ സ്മൃതി എനിക്കുണ്ടായി എന്ന് പറഞ്ഞിരിക്കുന്നിടക്കുന്നതാണ് യഥാർത്ഥത്തിൽ കൂടെ ഉണ്ടായ ഒരാള് കൃഷ്ണൻ ഭഗവാനാണെന്നൊക്കെ അപ്പോഴൊക്കെയാണ് അദ്ദേഹത്തിന് കൂടുതൽ കണ്ടിട്ട് പോലും അനുഭവത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ക്ലിയർ ആവുന്നുണ്ടോ? നമ്മളങ്ങനെ എത്ര കണ്ടു, നമ്മളങ്ങനെ എത്ര കേട്ടു, നമ്മൾ എത്ര ഉത്സവം കൂടി, എത്ര സപ്താഹം, എത്ര ഭക്ഷണം, സപ്താഹത്തിന്റെ എവിടെ ഈ അനുഭവം? ചിന്തിക്കേണ്ട കാര്യമാണ്, ചുമ്മാ കേട്ടിട്ട് പോകേണ്ടതല്ല, അനുഭവിക്കണം കൃഷ്ണനെ. ശരിയല്ലേ പറഞ്ഞിരിക്കുന്നത്? ദർശനം നമ്മുടെ മെല്ലെ ഹൃദയത്തിലേക്ക് നമ്മളിങ്ങനെ ഒപ്പിയെടുത്തിട്ട് പോകണം. ലൈക്ക് ഒരു സ്പോഞ്ചിനെ പോലെയൊക്കെ ഇരിക്കണം സത്സംഗിൽ. കണ്ടില്ലേ, സ്പോഞ്ച് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അത് എടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിന് ഇടയ്ക്ക് എടുത്തിട്ട് വന്നോളൂ. കർപ്പൂര ബുദ്ധി എന്നൊക്കെ പറയും അങ്ങനെയുള്ള ആൾക്കാരെ. കർപ്പൂരത്തിന് തീ എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ടാൽ വെള്ളത്തിന് അത് കത്തും, അതിനെ ഒന്നിനെ കൊണ്ട് കിഴക്കാൻ വേണ്ടി സാധിക്കില്ല. നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെയുള്ള ആൾക്കാരെ ഇത് കേൾക്കാനും അറിയാനും ഒക്കെ വരുള്ളൂ. മനുഷ്യാനാം സഹസ്രേഷു കശ്ചിത് യദതി സിദ്ധേത്. കോടിക്കണക്കിന് ആൾക്കാരുണ്ടെങ്കിൽ രുചി വരുന്നവർ അപൂർവമാണ്. ഇപ്പം മൈ പോയിന്റ്, ഈ എന്താണ് അസോസിയേഷനിലൂടെ ഉണ്ടായിരിക്കുന്ന അജ്ഞത മെല്ലെ ഭീഷ്മരിൽ നിന്ന് മാറിയപ്പോൾ കുറേ ദിവസങ്ങൾ അതിൻ്റെ ചുണ്ടുകൾ മാത്രം ഇങ്ങനെ ചലിക്കുന്നത് കണ്ടു, ശബ്ദം വെളിയിൽ വരുന്നില്ല. അപ്പോൾ ആൾക്കാരിങ്ങനെ പല ദിവസവും കാണാൻ വേണ്ടി ഇപ്പോൾ ഉത്തരായനം കാത്ത് കിടക്കുമായിരുന്നു. എന്താണ് ദുര്യോധനൻ ഭയങ്കര സമർത്ഥനാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് സ്വച്ഛന്ത മൃത്യുവാണ് ഭീഷ്മർക്ക്. അപ്പം ഭീഷ്മരെ മുന്നിൽ നിർത്തിയിട്ടാണ് സകല പരിപാടിയും. കാരണം വിചാരിക്കുമ്പോഴും മരിക്കുള്ളൂ എന്നറിയാം. അപ്പോൾ ഉത്തരായനത്തിൽ മരിച്ചു കഴിഞ്ഞാൽ ദേവലോകമൊക്കെ തുറക്കുന്ന സമയമാണ്, അദ്ദേഹത്തിന് മോക്ഷമാണ്. അതുകൊണ്ട് യുദ്ധം തുടങ്ങിയ സമയമായിരുന്നു. നിങ്ങൾക്ക് എപ്പോഴാണ് ദക്ഷിണായനത്തിലാണ്, മനസ്സിലാവുന്നുണ്ട് കാര്യം? മുറിവേറ്റ മരണം അപ്പൊ പോവില്ല, കുറെ നാള്
എന്തായാലും നമ്മൾ ജയിക്കും. അങ്ങനെ എന്തൊക്കെ വഴികളിലൂടെയൊക്കെ ആയിരുന്നു ദുര്യോധനൻ എന്താണ് സഞ്ചരിച്ചെന്ന് നോക്കിയാൽ നിങ്ങൾ. ഇറ്റ്സ് അമേസിങ് റിയലി. സോ മൈ പോയിന്റ്, ഇദ്ദേഹം ചുണ്ടു മാത്രം ഇങ്ങനെ അനങ്ങുവാണ്, കൗരവരും പാണ്ഡവരൊക്കെ പോകും. ബട്ട് വൺസ് കൃഷ്ണൻ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു. അവിടെ നിന്നാണ് ഈ വിഷ്ണു സഹസ്രനാമൊക്കെ വരുന്നത്. വിഷ്ണു സഹസ്രനാമത്തിൽ വരുന്ന ഒരു പേരാണ് ശ്രീകൃഷ്ണന്റെ, മഹാവിഷ്ണുവിന്റെ സുലഭ. സഹസ്രനാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വളരെ രസമാണല്ലോ ഇതെല്ലാം. ആ സഹസ്രനാമങ്ങളിൽ കണ്ടതാണ് ആ വിശ്വം മുഴുവൻ രൂപത്തിൽ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ പോലെ കേട്ടിട്ട് വേണം അതൊന്ന് ഹൃദയത്തിലൊന്ന് നിങ്ങൾ ദർശിക്കാൻ വേണ്ടി. യെസ്, സുലഭ മീൻസ് വാട്ട്? എവ്രിവെയർ, എല്ലായിടത്തുമുള്ള ആ ഒരു എന്താ പറയുക, നമുക്കൊരാളോട് ഒരു പ്രിയം വന്നു കഴിഞ്ഞാൽ നമ്മൾ അയാളുടെ പേര്, സപ്പോസ് എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ബാലു എന്നുള്ളൊരു പേരാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ ചുച്ചു പിന്നെന്തൊക്കെ വിളിക്കും, പ്രിയത്തോടെ പല പേരിൽ വിളിക്കും, ശരിയല്ലേ? സെയിം ലൈക്ക് എന്താണ് ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, എന്താ ഒരു പേര് പോരെ? ഏകോഹം ബഹുശ്യാമ, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒന്ന് പോരെ? ഒന്ന് പലതാവുന്നതിനോട് പല രീതിയിലുള്ള ഇഷ്ടം. അപ്പൊ നമുക്കറിയാം എൻ്റെ പേര് ഇന്നതൊക്കെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ പേരിലും നമ്മൾ വിളി കേൾക്കും, ശരിയല്ലേ? യെസ്, നോ? സിമിലർലി ഭഗവാനെ ഇവിടെ വിളിച്ച പേര് വളരെ രസമായിരുന്നു, സുലഭ. ഈ സഹസ്രനാമത്തില് സുലഭ ഇറ്റ്സ് എവ്രിവെയർ, അതില്ലാത്തൊരു സ്ഥലവുമില്ല. നോക്കിയായിരുന്നു വിഭൂതി യോഗത്തിൽ ഞാൻ ഞാൻ വിശേഷിപ്പിച്ചത്. സോ കൃഷ്ണൻ അർജുനൻ ആസ്കിങ്, സോ ബിഫോർ ദാറ്റ് there is a special name of Bhagavan. It's called the Moola Mantra of Mahavishnu. സോ ഇവരിങ്ങനെ ചോദിക്കുവാണ്, കുറെ നാളായാലും ഇങ്ങനെ ചുണ്ടൊക്കെ അനങ്ങുവാണ്, ശബ്ദം കേൾക്കുന്നില്ല, എന്തായി പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ മിണ്ടിയില്ല, കണ്ണടച്ചിട്ട് ഇങ്ങനെ ചുണ്ട് മാത്രം അനങ്ങുമായിരുന്നു. സോ ഒരു മൊമെന്റ് കൃഷ്ണൻ വന്നപ്പോൾ ആ ചുണ്ടനങ്ങുന്ന നിർത്തുകയും ചെയ്തു. ആരും പറഞ്ഞിട്ടുമില്ല. ഭീഷ്മർ കണ്ണു തോർന്നു, ശരശയിലാണ്. ഇപ്പോൾ നമ്മളുടെ ദുര്യോധനും അർജുനനും ഇവരൊക്കെ ഉണ്ട്. ഇപ്പോൾ ചോദിക്കുവാണ്, നമ്മളെല്ലാവരും അടുത്തുണ്ടായിട്ട് കൂടി അങ്ങ് എന്താണ് അങ്ങയുടെ വായ അനങ്ങിക്കൊണ്ടേയിരിക്കും, പക്ഷെ കൃഷ്ണൻ വന്ന മൊമെന്റിൽ നിന്നല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ആരെയാണോ ഭജിച്ചുകൊണ്ടിരിക്കുന്നത് ആ ആൾ എൻ്റെ മുമ്പിൽ വരുമ്പോൾ പിന്നെ ഞാൻ മനസ്സിലാവുണ്ടോ? ശരി, അപ്പൊ എന്താ ഭജിച്ചുകൊണ്ടേയിരുന്നത്? ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾ ഗുരുവായൂരൊക്കെ പോയാലും അല്ല പലപ്പോഴും വിളിക്കുന്നതും ഭജിക്കുന്നതായിട്ടുള്ള ആ മഹാമന്ത്രം നമ്മളുടെ ഭീഷ്മർ പറയായിരുന്നു, അതോ ഞാൻ ഭജിച്ചുകൊണ്ടിരുന്നത് ഇതായിരുന്നു, ഓം നമോ ഭഗവതേ വാസുദേവായ. ഇൻട്രസ്റ്റിംഗ് റൈറ്റ്? എനിക്ക് ഈ നമ്മുടെ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര അതിശയത്തോടെ നോക്കും. അതായിരുന്നു അതുവരെ ഞാൻ ആരെയാണോ എൻ്റെ ഹൃദയത്തിൽ പൂർണ്ണമായും സ്മരിച്ചുകൊണ്ട് ഭജിച്ചുകൊണ്ടിരുന്ന ആ വാസുദേവൻ കൃഷ്ണൻ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ പിന്നെ ഞാൻ എന്തിനാ അത് ഭജിക്കേണ്ടതെന്നാണ് സംസാരിക്കുന്നത്. ഇവർക്കൊക്കെ അറിയാമായിരുന്നു. പക്ഷെ അന്നൊക്കെ വാക്ക് പറഞ്ഞ ഒരു പക്ഷം നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആ പക്ഷത്താണ്. നമ്മളെപ്പോലെ കാല് വാരില്ല. നമ്മളെന്ന് വെച്ചാൽ ഇവിടെ അല്ല, പൊതുവെ ആൾക്കാരറിയാമല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യും. വാക്ക് മാറില്ല, പുറകുന്ന, അതൊക്കെ ഞാൻ കഴിഞ്ഞ തവണ വിശേഷിപ്പിക്കുകയുണ്ടായി. അപ്പൊ നമുക്ക് എന്തായാലും ആ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടൊന്ന് വിളിക്കുമ്പോഴേ, അതാണ് ആ മന്ത്രവീര്യാനുഭവം എന്ന് പറയും. അതാണ് കേൾക്കുന്നതിനല്ല കാര്യം, ആ അർത്ഥം മനസ്സിലാക്കി ഭാവം ശ്രദ്ധിച്ച് ഭക്തിയോടെ ആദരവോടെ നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ കേൾക്കുമ്പോൾ അത് എളുപ്പത്തിൽ ഫലദായകമാണ്. ഈ കേൾവി ഒരിക്കലും വെറുതെ ആവില്ല. സോ നമുക്ക് അദ്ദേഹത്തിൻ്റെ മഹാമന്ത്ര, മൂലമന്ത്രം ഒന്ന് ഹൃദയത്തിൽ സ്മരിച്ചുകൊണ്ട് മനസ്സിലാക്കി തുടങ്ങാം. ഇതങ്ങനെ തുടങ്ങേണ്ട ഒരു ചാപ്റ്ററാണ്. അത് മാത്രമല്ല, എനിക്ക് അതിന് മുമ്പേ ഒന്നുകൂടി പറയാനുണ്ട്. തൽക്കാലം ഇതിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ യു ക്യാൻ വൺസ് അഗൈൻ ക്ലോസ് യുവർ ഐസ് ആൻഡ് ടേക്ക് എ ഡീപ് ബ്രെത്ത്. ലെറ്റ് ഗോ. കീപ് എ ബിഗ് സ്മൈൽ. എന്താ വാസുദേവൻ കൃഷ്ണൻ ശംഖചക്ര ഗദാഹസ്തനം പത്മധാരിയായിട്ടുള്ള മഹാവിഷ്ണുവിനെ ഒരു വേള മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ മഹാമന്ത്ര സ്മരിക്കാം, പറയാൻ, ചൊല്ലാം. ബ്രീത്ത് ഇൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സോ എവ്രിതിങ് ഈസ് ഹിസ് ലീല. കാണുന്നതും അറിയുന്നതും കേൾക്കുന്നതും എല്ലാം ലീല. ഭാവം ഉള്ളിൽ ഉറക്കട്ടെ. ദീർഘശ്വാസം എടുത്ത് സന്തോഷത്തോടെ മെല്ലെ പുറത്തു വിട്ട് അതെങ്ങനെയാണ് നമുക്ക് ഒന്ന് നോക്കാം, കാണാം, അറിയാം.
and open your eyes. Yeah. So interesting, right? That one. Om Namo Bhagavate Vasudevaya. സോ ഈ ഭാവത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ ഒരു കാര്യം കൂടി ഇത് കേൾക്കാൻ അറിയണം. പ്രത്യേകിച്ച് ഈ വിശ്വരൂപ ദർശന യോഗം സേസ് ദാറ്റ് ഐ തിങ്ക് ഞാൻ കഴിഞ്ഞ തവണ ഒരു ശ്ലോകം പോലും വായിച്ചില്ലല്ലോ. ഇപ്പോൾ വായിച്ചില്ല, പിന്നെ എനിക്ക് വായിക്കാൻ പറ്റൂല. ഞാൻ എല്ലാ ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥങ്ങളാണ് പറയുന്നതെങ്കിലും തുടങ്ങിയാൽ ചിലപ്പോൾ ഇത് എവിടെയാണ് കൊണ്ടുപോയി നിർത്തുമെന്ന് അറിയില്ല. ഓരോരുടെ ഓരോ രീതിയാണ്. ചിലവർ ഇവിടെ ഭഗവത്ഗീത ശ്ലോകം ചൊല്ലിയിട്ടൊക്കെ ആയിരിക്കില്ല. എനിക്ക് വരണമെന്നുണ്ടായിരുന്നു. ഇത് ശ്ലോക 55ഓളം ശ്ലോകങ്ങളുണ്ട് ഈ അധ്യായത്തിൽ. ബട്ട് ഇത് 54-ാമത്തെ ശ്ലോകമാണ്. അപ്പോൾ ഈ 54-ാമത്തെ ശ്ലോകം ഭഗവാൻ ലാസ്റ്റാണ് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ ഉടനെ തുടങ്ങുവാണ് അടുത്ത അധ്യായം. നോ വാട്ട് ദ 12th ചാപ്റ്റർ കോൾ ഭക്തി യോഗം. കാര്യം ഈ രൂപം ഇങ്ങനെ മഹാവിശ്വരൂപ ദർശനയോഗം ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരാൾ അദ്ദേഹത്തിൻ്റെ ഫാൻ ആയി പോകും. ഫാൻ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു നാടൻ പ്രയോഗം പറഞ്ഞ് ഡെവോട്ടി ആയി പോകും ആക്ച്വലി റിയലി. അതുകൊണ്ടത് ഒരു ടെയിൽ പോലെ പോവാണ്. ഓരോ അധ്യായവും നല്ല രസമാണ്. ഇങ്ങനെ ഒരു എന്താ പറയുക, ഒന്നിൽ വേറൊന്നിലേക്ക് ഒരു തുടക്കം പോലെയാണ്. അതുകൊണ്ട് 54th ശ്ലോക is really amazing. He says ഭക്ത്യാ തുനന്യേഷ അഹ്വമേവ വിധം അഹോ അർജുന ജ്ഞാതും ദൃഷ്ടാ ച തത്വേന പ്രവേഷ്ടും ച പരം തപാ. സോ മൈ ഡിയർ അർജുന, എന്നിൽ ഏകാഗ്രമായ ഭക്തിയോട് കൊണ്ട് മാത്രമേ. എങ്ങനെയുള്ള ഭക്തി? സ്കാറ്റേഡ് ആയിട്ടുള്ളതല്ല, അതാണ് വൺ പോയിന്റ് ഫോക്കസോടുള്ളൊരു ഭക്തി. നമ്മളുടെ യോഗസൂത്രമൊക്കെ ഇത് പറയും വളരെ മനോഹരമായിട്ട്. ഇതാണ് ഏകതത്വ അഭ്യാസ, വൺ പോയിന്റ്. അതായത് പല സ്ഥലത്തും മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണോ അറിയേണ്ടത്, എന്താണോ കേൾക്കേണ്ടത് എന്നുള്ളത് അറിയില്ല. കണ്ടിട്ടില്ലേ? ഇവൻ തോന്നോ അർജുനനെ നമ്മുടെ അദ്ദേഹത്തിൻ്റെ പേര് ഗുരു ദ്രോണാചാര്യർ ഇവരെല്ലാവരും വിദ്യ അഭ്യസിപ്പിക്കുമായിരുന്നു. അപ്പോൾ കിളിയുടെ അല്ലേ കണ്ണിൽ അമ്പ് ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോൾ ഭീമൻ പോയി, സകലരും പോയി. എന്താ കാണുന്നത്? ഭീമനൊക്കെ പറഞ്ഞത് ഗംഭീരായിരുന്നു. ഞാൻ മാമ്പഴം കാണുവാണ്, മാവ് കാണുവാണ്, പക്ഷികളെ കാണുവാണ്, മാറു എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് കൃഷ്ണനെ വിളിച്ചു, അർജുനനെ വിളിച്ചിട്ട് പറയണം നീ എന്താ കാണുവാണ്? വാട്ട് അർജുനൻ പറഞ്ഞു, ഞാൻ ആ കിളിയുടെ കണ്ണേ കാണുന്നുള്ളൂ. അതായത് എന്തിലാണോ ആർക്കാണോ എവിടെയാണോ ശ്രദ്ധ അയാൾ അതേ കാണുള്ളൂ. നിങ്ങൾ എന്താ കാണുന്നത്? ഞാൻ എന്നെയല്ല ഉദ്ദേശിച്ചത്, പൊതുവെ ഞാൻ പറയുന്നത് മനസ്സിലുണ്ട്. അതാണ് ശ്രദ്ധയില്ലാത്ത, ഭക്തിയില്ലാത്ത, വിശ്വാസമില്ലാത്ത, പ്രേമമില്ലാത്ത ശ്രീകൃഷ്ണനോട് പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് കേട്ടോ കേട്ടോ. ഇത് ഇന്ന് നിങ്ങൾക്കൊരു ഭയങ്കര ഫീസ്റ്റ് ആയിരിക്കും ശരിക്കും. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ഭക്തി, വിശ്വാസം, സമർപ്പണത്തിലൊക്കെ ഭയങ്കര ആക്കം കൂടും. നിങ്ങൾ എന്തെങ്കിലും എന്നെ കണ്ടാൽ പറയും, സാറ് ആ സെഷനിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നൊക്കെ പറയും. നിങ്ങൾ പറയാറുണ്ട് ആൾക്കാർ. അങ്ങനെ പറയാൻ ഒരു എന്താ ഒരു അവസരം ഉണ്ടാവട്ടെ. ദാറ്റ്സ് വാട്ട് ഹി സേസ് ഫൈനലി. അർജുന, എന്നിൽ ഏകാഗ്രമായ ഭക്തി കൊണ്ട് മാത്രമേ എന്നെ ഇപ്പോൾ കാണുന്ന മറ്റിൽ നേരിട്ട് കാണാനും അറിയാനും സാധിക്കുകയുള്ളൂ. ഈ മാർഗത്തിൽ കൂടി മാത്രമേ എൻ്റെ നിഗൂഢതയിലേക്ക് നിനക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. സോ അതിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു മാർഗം എന്താണ്? കമോൺ. ഇങ്ങനെ ചിന്തിച്ചിട്ടൊന്നും ഇങ്ങനെ ഇരിക്കല്ലേ, ഇങ്ങനെ ചിന്തിച്ചിട്ട് ഇങ്ങനെ ബുദ്ധിയിലൊന്നും ഇരിക്കരുത്. ഇതൊരു ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഹൃദയത്തിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് തന്നെ ആത്മഗീത എന്ന് പറയും. ചിന്തിച്ചിട്ട് ആരെങ്കിലും ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഞാൻ ചിന്തിച്ചിട്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്, ഞാനൊരു കാര്യം കേൾക്കുമോ, ഇങ്ങനെ ഇരിക്കും. ഒരാൾ സീരിയസ് ആയിട്ട് ഒരു പാട്ട് കേൾക്കുമോ? കമോൺ, എന്നെ വിളിക്കല്ലേ, എന്താ ഞാൻ ഒരു പാട്ട് കേൾക്കുവാണ്, സീരിയസ് ആയിട്ട് കേൾക്കുമോ? അല്ല, എനിക്കിപ്പോൾ നിങ്ങളോട് ഞാനത് പറയേണ്ട അവസ്ഥയായി. കാര്യം എന്താണ്? റിലാക്സ്. അതിനാണ് ആ ഒരു ഓംകാരവും മെഡിറ്റേഷനും ഭഗവാന്റെ കാര്യം കേൾക്കുമ്പോൾ നമുക്കൊരാളെ വളരെ പ്രിയമാണ്, ഒരാളോട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്തിനാ അയാളെ പേടിക്കേണ്ട ആവശ്യം? ദശാവതാരത്തിൽ നരസിംഹാവതാരം മുന്നിലേക്ക് വന്നപ്പോൾ സകലരും ഭയപ്പെട്ടു. ഇന്ദ്രനൊക്കെ ഓടിയ സ്ഥലത്ത് പുല്ല് പോലും മുളച്ചില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്, ദേവന്തനൊക്കെ ഓടിയ സ്ഥലത്ത്. പക്ഷെ ഒരാൾ മാത്രം ഓടിയില്ല, ഒരാൾ മാത്രം പേടിച്ചില്ല. ആരാത്? പ്രഹ്ലാദൻ മാത്രം. നാരദൻ വന്ന് ചോദിക്കണം, കുഞ്ഞെ ആര് കണ്ടാലും ബീഭത്സമാവുന്ന രൂപം. ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഇത്. എന്നുവെച്ചാൽ അറിയാലോ എന്താണ് ആ രൂപം. നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഒരാള് എന്താണ് പകുതി മനുഷ്യനും പകുതി സിംഹമായിട്ട് മുമ്പിൽ വന്ന ഒരാളുടെ അവസ്ഥ എന്താണ്? ആ ഗർജനം, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, എത്രമാത്രം. ബട്ട് ഈ പയ്യനാണ്, ആള് മാത്രം വിഷമിച്ചില്ല, അല്ലെങ്കിൽ ആള് മാത്രം പേടിച്ചില്ല. അപ്പോൾ നമ്മളുടെ പ്രഹ്ലാദൻ, നമ്മളൊന്നിത് കേൾക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണം, നമ്മൾ ഭക്തിയിൽ എത്രമാത്രം ഇനിയും മുന്നോട്ട് പോകാൻ ഇരിക്കുന്നു എന്നുള്ളത്. സത്യം തോന്നിയാലും കുഴപ്പമില്ല. കാരണം നമ്മളുടെ ഒന്ന് അറിയട്ടെ ആഴത്തിൽ. സോ പ്രഹ്ലാദ സേസ്, എനിക്ക് ആരെയാണ്, മീൻസ് എന്തുകൊണ്ട് പേടിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ പറയുമ്പോൾ നാരദനോടുള്ള റിപ്ലൈ ആയിട്ട് അദ്ദേഹം സംസാരിക്കുവാണ്, ഋഷി, ഞാൻ ആരെയാണോ ഇത്രയും ഇഷ്ടപ്പെടുന്നത്, സ്നേഹിക്കുന്നത്, ശ്രദ്ധിച്ചു കേട്ടോളൂ, ഞാൻ ആളുടെ കാല് മാത്രമേ കണ്ടു തുടങ്ങിയിട്ടുള്ളൂ.
ആ കാലിത്ര മനോഹരമാണെങ്കിൽ ആ ആളുടെ മേലോട്ട് പോകുമ്പോൾ മുഖമൊക്കെ എത്ര ഭംഗിയുള്ളതായിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വണങ്ങിയിട്ട് പ്രഹ്ലാദ സ്തുതി അവിടെ നിന്നാണ് വരുന്നത്. ഉഗ്രം വീര്യം മഹാവിഷ്ണു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം ഇതിൽ കാണുവാണ്. അപ്പൊ പിന്നെ അർജുനന്റെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. പ്രഹ്ലാദ സ്തുതിയിൽ അപ്പം ഒരാൾ ഇത്ര ഇഷ്ടമാണ്, ആളുടെ കാലും രൂപവും ഒക്കെ ഇത്ര ഭംഗിയാണെങ്കിൽ ഞാൻ മേലോട്ട് എത്തിയിട്ടില്ല, അപ്പോഴേക്ക് തന്നെ എന്നെ വിളിച്ച് മടിയിലൊക്കെ ക്ലിയർ ആവുന്നുണ്ട്. ബാക്കിയുള്ളവരെ അലർച്ചയെ തന്നെ പേടിച്ചു. അതാണ് ആ കണക്ഷൻ, ക്ലോസ്നെസ് വിത്ത് ഭഗവാൻ. നമ്മൾ അടുത്തേക്ക് അതാണ് നമ്മൾ ആരെയാണോ പേടിക്കാണ്ടിരിക്കേണ്ടത് അയാളാണ് പേടിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ദൈവഭയം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒന്നില്ല കേട്ട. ദൈവത്തിന് എന്തേ ഉള്ളൂ? ബ്രഹ്മസംഹിത പറയുന്ന രസമായിട്ടുള്ള ഒരു വാക്കുണ്ട്, പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചനയെന്ന്. ഇറ്റ്സ് റിയലി അമേസിങ്. പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വരനെ, കൃഷ്ണനെ, ഈ ഗീത, ഇതിനൊക്കെ നിങ്ങൾ എങ്ങനെ കാണണം? പ്രേമം കൊണ്ടുള്ള ആ മഷി ഉപയോഗിച്ച് കണ്ണെഴുതിയിട്ട് അതിലൂടെ നോക്കണം. അതായത് ആ ഭക്തിയിലൂടെ, ആ സ്നേഹത്തിലൂടെ വേണം ദർശിക്കാൻ. എന്നിട്ട് നമ്മളെങ്ങനെ ദർശിക്കില്ല? സത്യം പറയണം കേട്ടോ. ഗുരുവായൂരപ്പനെ എല്ലാ ദിവസവും കോമഡി ആയിരിക്കും അല്ലേ? അവിടെ പോയിരുന്നിട്ടെല്ലാം ഇങ്ങനെ ദൈവമേ ശത്രു സംഹാര പൂജ, അവനെ അങ്ങനെ ആക്കണം, ഇവനെ ഇങ്ങനെ ആക്കണം. എന്തായാലും ഗുരുവായൂരപ്പനെങ്ങാനും സംസാരിക്കാൻ എന്നിട്ടുണ്ടെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കി, ചിന്തിക്കൂ. ഒരു ഭക്തൻ ആവശ്യമില്ല കേട്ടോ. അറിയല്ലേ, ഭക്തൻ ഭഗവാൻ എന്ന് വെച്ചാൽ ആക്ച്വലി ദാസാനുദാസ. ഇവര് കൃഷ്ണൻ സഖയായിട്ട് നമ്മളുടെ കുചേലന്റെ കൂടെ പോകുമ്പോൾ കുചേലന്റെ കാലിന് മുള്ളുകൊണ്ടപ്പോൾ കൃഷ്ണൻ ഉടനെ കാലെടുത്ത് മടിയിൽ വെച്ചിട്ട് മുള്ളെടുക്കാൻ വേണ്ടി പോകുമ്പോൾ കുചേലൻ വലിച്ചിട്ട് പറയാണ്, നോ നോ നോ, അങ്ങ് രാജകുമാരനാണ്, എൻ്റെ കാലെടുത്ത് തൊടാൻ പോലും അങ്ങേക്ക് അധികാരമില്ല, ഞാനത് എങ്ങനെയെങ്കിലും നൊണ്ടിയിട്ടായാലും എങ്ങനെയെങ്കിലും എടുത്തിട്ട് ശരിയായിക്കോളെന്ന് പറയുമ്പോൾ വീണ്ടും ശക്തിയിൽ കാലെടുത്ത് മടിയിൽ വെച്ചിട്ട് കൃഷ്ണൻ പറയുന്ന ഒരു വാക്കുണ്ട്. ഇതെല്ലാം ഭക്തന്മാര് ഭഗവാൻ എത്രമാത്രം പ്രാപ്യമാണ് എന്ന് കാണിക്കാൻ പറയുന്ന കുറച്ച് ഉദാഹരണങ്ങളാണ്. അതിലൂടെ വേണം നമ്മൾ ഇനി ശരിക്കും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ എങ്ങനെയാണെന്ന് കേൾക്കാന്. കൃഷ്ണൻ പറയാണ്, ഭയങ്കര രസമാണ്. കൃഷ്ണൻ പറയാണ്, രാജകുമാരനാണെങ്കിലല്ലേ കാലെടുത്ത് മടിയിൽ വെക്കാതിരിക്കണ്ടു, ഞാൻ നിന്റെ സുഹൃത്തല്ലേ, ചുമ്മാ ഒന്ന് കൈയൊക്കെ അടിക്കൂ, വെറുതെ അടിക്കടൂ, വെറുതെ കൈയടിക്കൂ. ശുഷ്കമായ കൈയടിയാണ്. നിങ്ങളുടെ പ്രിയമുള്ള ഒരാൾ, നിങ്ങളുടെ ആ പ്രേമത്തിന് അർഹമായിട്ടുള്ള ഒരാളാണ് നിങ്ങൾ മനസ്സിലാക്കാത്തിടത്തോളം കാലം നിങ്ങളൊരു അകലം വെക്കുന്നത്.